Good morning. Good morning, ma'am. Okay, good morning. തുടങ്ങാം ഇന്നത്തെ ക്ലാസ്. Yes, ma'am. Good morning. ശരി, അപ്പൊ തുടങ്ങാം കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മ്യൂട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഡിപ്പാർട്ട്മെന്റ്സിന്റെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഫുൾ ആയിട്ടില്ല, നമ്മളൊരു 9 എണ്ണം വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ കംപ്ലീറ്റ് ചെയ്തു, 24 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് 12 എണ്ണം പഠിക്കാനുണ്ട്. അതിനകത്ത് 9 എണ്ണം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹോസ്പിറ്റലില് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന എന്താ പറയുക മെഡിസിൻസുകൾ അല്ലെ, അങ്ങനെയുള്ള മെഡിസിൻസുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നൊന്ന് പറയാമോ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്? ഓരോ ഹോസ്പിറ്റലിലെ ഫാർമസി ഫാർമസിയാണ് കേട്ടോ. ഇതൊക്കെ എളുപ്പമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും ഇൻസ്ട്രുമെന്റുകളും സ്റ്റെറിലൈസ് ചെയ്ത് സൂക്ഷിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് പറഞ്ഞു? ശ്രുതി റുബീന കറക്റ്റ് ആണ് കേട്ടോ, CSST. പിന്നെ നിമ്മി കറക്റ്റ് ആണ് കേട്ടോ, CSST. അശ്വിൻ പറയുന്നു CSST ആണ് കേട്ടോ, CSST. ഓക്കെ, ജോസ്മി കറക്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ വിവിധ റെക്കോർഡ്സുകൾ അല്ലെ, മെഡിക്കൽ റെക്കോർഡുകള്, ഫയലുകള്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാ? അതേത് ഡിപ്പാർട്ട്മെന്റ് ആണ്? MRD ഡിപ്പാർട്ട്മെന്റ് അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിൻഷിത, നിമ്മി, തിനി കറക്റ്റ് ആണ് കേട്ടോ. ജോമോൻ കറക്റ്റ് ആണ് കേട്ടോ. ശ്രുതി, വിജയ് ശരി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിക്കണോ കേട്ടോ. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ വായിച്ചെന്ന് വിചാരിക്കും, എളുപ്പമുള്ള ഭാഗങ്ങളാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ഒരു 3 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളും കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതോടുകൂടിയിട്ട് നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളും അവിടെ അവസാനിക്കും. ഓക്കെ, അപ്പൊ നോക്കുക കേട്ടോ. ചാപ്റ്ററിന്റെ നമ്പർ ഒന്ന് പറഞ്ഞേ. ചാപ്റ്റർ നമ്പർ എത്രയാണ്? 5ാമത്തെ ചാപ്റ്റർ അല്ലേ? 5ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക 10ാമത്തെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആ പേര് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം അല്ലെ, മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്തായിരിക്കും അത്? എന്തായിരിക്കും? നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അല്ലെ, അവരുടെ ആ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ, അവരുടെ ആ ഒരു സിസ്റ്റംസുകളെല്ലാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ഫെസിലിറ്റികളുണ്ട്, അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ് ഫെസിലിറ്റികളുണ്ട്, പ്ലംബിംഗ് വർക്കുകളുണ്ട് അല്ലെ. അങ്ങനെ എത്രയോ വർക്കുകൾ, ഫിസിക്കൽ ഫെസിലിറ്റീസ് ധാരാളമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇലക്ട്രിക്കൽ ഫെസിലിറ്റി ഇല്ല, എയർ കണ്ടീഷനിങ് ഫെസിലിറ്റി ഇല്ല, പ്ലംബിംഗ് ഫെസിലിറ്റി ഇല്ലാണ്ട് ഒരു ഹോസ്പിറ്റലിന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ പറ്റില്ല അല്ലെ. ഏറ്റവും ശരിക്കും പറഞ്ഞൊരു അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് അല്ലെ. അങ്ങനെയുള്ള ഫിസിക്കൽ ഫെസിലിറ്റികളുടെ മാനേജ്മെന്റ് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമുക്ക് വായിക്കാം. This department ensures that the hospital is in operable condition. അതായത്
ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഓപ്പറബിൾ കണ്ടീഷനിലാണ്, പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? അത് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, പിന്നെ നോക്കൂ, ഇറ്റ് മേക്സ് പ്ലാൻസ് ആൻഡ് പെർഫോംസ് വാരിയസ് പ്രോജക്ട്സ് ഫോർ ദ ഹോസ്പിറ്റൽ. അവര് വന്നിട്ട് എന്താണ്, ഒരു ഹോസ്പിറ്റലിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി, പ്രത്യേകിച്ച് ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റികൾ ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ അല്ലെ, പദ്ധതികളെല്ലാം തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമുക്ക് എന്ത് വേണം, ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫിസിക്കൽ ഫെസിലിറ്റികളെയൊക്കെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യണം. ഫിസിക്കൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഇലക്ട്രിക്കൽ ഫെസിലിറ്റി, എയർ കണ്ടീഷനിങ് ഫെസിലിറ്റികള് അല്ലെ, അതുപോലെ പ്ലംബിംഗ് വർക്കുകൾ, ഇതൊക്കെ അവിടെ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ്, ഫിസിക്കൽ ഫെസിലിറ്റികളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ അല്ലെ, കൃത്യമായിട്ടുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, പിന്നെ നോക്കൂ, this department makes sure that all electrical facilities are in a perfect condition അല്ലെ. ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഫെസിലിറ്റികളും പെർഫെക്റ്റ് കണ്ടീഷനിലാണ്, ഗുഡ് കണ്ടീഷനിലാണ് എന്ന് ഉറപ്പാക്കുന്നത് ഇവരാണ് അല്ലെ. പിന്നെ മാത്രമല്ല, they performs repair and replacement work for air conditioning units, plumbing, steel works, etc. അല്ലെ. അതുപോലെ തന്നെ നമുക്കറിയാം, എയർ കണ്ടീഷനിങ് വർക്കുകൾ, അതിന്റെ അറ്റകുറ്റപ്പണികള്, അത് മാറ്റി സ്ഥാപിക്കുന്ന ജോലികള്, പ്ലംബിംഗ് വർക്കുകള്, സ്റ്റീൽ വർക്കുകള്, ഇതെല്ലാം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇത്രയുള്ളതിനകത്ത് അതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കാര്യം ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ, അവിടെ ഒരുപാട് ഫിസിക്കൽ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, ലിസ്റ്റ് ഒന്ന് വായിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് എൻഷുവേഴ്സ് ദാറ്റ് the hospital is in operable condition. It makes plans and performs various projects for the hospital. Okay, this department makes sure that all electrical facilities are in a perfect conditions, performs repair and replacement work for air conditioning units, plumbing, steel works, etc. Okay, clear ആണോ പറഞ്ഞത്? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, മറ്റൊരു പേരെന്താണ്? മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. രണ്ടുപേരും പഠിച്ചു വെക്കണം കേട്ടോ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാം, മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും പറയാം കേട്ടോ. എന്താണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, എന്താണ്? ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് all supplies and equipment for the hospital അല്ലെ. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്ലൈസുകളും അല്ലെ, എല്ലാ സാധന സാമഗ്രികളും, ചിലപ്പോൾ എക്യുപ്മെന്റ്സുകളാവാം, ഇൻസ്ട്രുമെന്റ്സുകളായിരിക്കാം, മറ്റ് ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും അതുപോലെ തന്നെ എക്യുപ്മെന്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്ന, ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? ഈ പറയുന്ന പേരിൽ തന്നെ ഉണ്ടല്ലോ, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്, അഥവാ മറ്റൊരു പേരും കൂടെ പറയും മെറ്റീരിയൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. നമുക്കറിയാം, അത് ഓരോ ഹോസ്പിറ്റലിന്റെ നീഡ്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അല്ലെ. ചെറിയ ഹോസ്പിറ്റലാകുമ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളായിരിക്കും അവിടെ പർച്ചേസ് ചെയ്യേണ്ടി വരിക. വലിയ ഹോസ്പിറ്റലുകളാകുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകള്, സപ്ലൈസ് എല്ലാം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കുക, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റൊരു പേര് തന്നെയാണ് മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, അത്രയും. അടുത്തതാണ് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. IT, ഓക്കെ, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇന്നത്തെ ഹോസ്പിറ്റലിന്റെ പണ്ടത്തെ പോലെയാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, എല്ലാം ഫയലിലാക്കി സൂക്ഷിക്കുകയും അങ്ങനെയൊക്കെ ഉള്ളൊരു സിസ്റ്റം ആയിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ? അല്ല, ഇന്നിപ്പോ എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അല്ലെ, സിസ്റ്റം ബേസ്ഡ് ആണ്. അത്രയേറെ അഡ്വാൻസ്മെന്റ് ആയി കഴിഞ്ഞു അല്ലെ നമ്മുടെ മെഡിക്കൽ ഫീൽഡ് മാത്രമല്ല എല്ലാ ഫീൽഡിലും. ഓക്കെ, അപ്പൊ നോക്കാം IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ. All hospitals today use
computers to keep the track of patient records and other medically related affairs. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇന്നിപ്പോ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ എല്ലായിടത്തും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടറുകളാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. കാര്യം ഈ പറയുന്ന പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ ട്രാക്ക് ചെയ്യാനും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ ഈ പറയുന്ന മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാനായിട്ടുണ്ട് കമ്പ്യൂട്ടർ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. ശരിയല്ലേ? ഇന്നിപ്പോ എല്ലാം നമുക്ക് ഇപ്പൊ ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം, ടെലിമെഡിസിൻ സൗകര്യങ്ങളുണ്ട് അല്ലെ. ഓൺലൈനായിട്ട് നമുക്ക് മെഡിസിൻസ് വാങ്ങാം, ഓൺലൈനായിട്ട് നമുക്ക് ഡോക്ടറെ കണ്ട് സംസാരിക്കാം. അങ്ങനെയൊക്കെയുള്ള എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്നിപ്പോ മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്നത്. അതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? കമ്പ്യൂട്ടേഴ്സ് ആണ് അപ്പൊ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. Therefore, this department provides technical support. Technical support as and when needed and keep the systems updated and provide support when the systems fail. അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ആണ് കൊടുക്കുന്നത് അല്ലെ. സാങ്കേതികമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അത് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? അത് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്? കീപ് ദ സിസ്റ്റംസ് അപ്ഡേറ്റഡ്. ഈ പറയുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയറുകള് അതുപോലെ മറ്റെല്ലാ സിസ്റ്റംസുകളും കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കുന്നത് ഇവരാണ് അല്ലെ. അത് മാത്രമല്ല ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് വെൻ ദ സിസ്റ്റംസ് ഫെയിൽ. ഇൻ കേസ് സിസ്റ്റംസുകൾ ഫെയിൽ ആവുകയാണെങ്കിൽ ആ സിസ്റ്റംസിന് റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ടാസ്കുകളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഒരു IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. കാര്യം ഇതെല്ലാം സിസ്റ്റം ബേസ്ഡ് ആണ്. എല്ലാ കാര്യങ്ങളും സിസ്റ്റം ബേസ്ഡ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളും സിസ്റ്റംസ് ഒക്കെ ഇപ്പോഴും എന്തായിരിക്കണം? അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കണം അല്ലെ. അപ് ടു ഡേറ്റ് ആയിട്ട് സൂക്ഷിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. പിന്നെ നോക്കൂ, they also aim to provide effective online services for patients and help to keep the entire hospital informed of certain events that take place within the hospital. ഇത് മാത്രമല്ല അവരെന്തൊക്കെ കൊടുക്കുന്നുണ്ട്? രോഗികൾക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ സേവനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെല്ലാം ഡോക്ടറെ ബുക്ക് ചെയ്യുന്നത് നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം അല്ല. അപ്പോയിന്റ്മെന്റ് നമുക്ക് എടുക്കാം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ടെലിമെഡിസിൻ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഈ പറയുന്ന രോഗികൾക്ക് അതുപോലെ അവർക്ക് എന്തെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് അവർക്ക് പരാതികളൊക്കെ സബ്മിറ്റ് ചെയ്യാനും ഫീഡ്ബാക്ക് കിട്ടാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഓൺലൈൻ സേവനങ്ങൾ കൊടുക്കുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെന്താണ്? കീപ് ദ എൻറ്റയർ ഹോസ്പിറ്റൽ ഇൻഫോർമഡ് ഓഫ് സർട്ടൻ ഇവന്റ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിനകത്തുള്ള ഒരു ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? IT കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. കാരണം ഇന്റേണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം എംപ്ലോയീസ്, സ്റ്റാഫുകള് അല്ലെ, മെഡിക്കൽ സ്റ്റാഫുകൾ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് അവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന എന്ത് തന്നെയാണ്? IT ആണ് അല്ലെ. IT കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ആ ഒരു ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇവന്റുകൾ നടക്കുകയാണ്, എന്തെങ്കിലും സെമിനാറോ വർക്ക്ഷോപ്പോ കോൺഫറൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പരസ്പരം പല ഡിപ്പാർട്ട്മെന്റുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതും ഈ ഒരു IT ഉള്ളത് കൊണ്ടാണ്. ശരിയല്ലേ? ഇപ്പൊ നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി നമ്മളിപ്പോ ഒരു കാർഡിയോളജി വിഭാഗത്തിൽ പോയി, ഇപ്പൊ നമ്മൾ അതേ ഹോസ്പിറ്റലിൽ വേറെ വല്ല ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കാർഡിയോളജി വിഭാഗക്കാർക്കും കിട്ടും. കാര്യം എല്ലാം സിസ്റ്റം ബേസ്ഡ് ആണ്. നമ്മുടെ ഒരു ID നമ്പർ മാത്രം മതി. ആ ഒരു ID നമ്പർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ ഡോക്ടേഴ്സിനെ അവർ കണ്ടിട്ടുണ്ട്, എന്തൊക്കെ മെഡിക്കേഷൻസ് അവരെടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളിൽ അവർ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ആ ഡോക്ടർക്ക് ആ സിസ്റ്റത്തിന്റെ മുമ്പിൽ കിട്ടും അല്ലെ. ശരിയല്ലേ? അത്രയും എന്താണ് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. കാര്യം എന്തുകൊണ്ടാണ്? ഈ ഒരു IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് വന്നതുകൊണ്ടാണ് അല്ലെ. ഇത്രയേ ഉള്ളൂ അതിനകത്ത് പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഒരു ഹോസ്പിറ്റലിലെ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇത്രയാണ് 12 എണ്ണം വരുന്നത് കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? എളുപ്പമാണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മൾ 12 സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് വന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാന്നറിയാലോ. അതായത് താഴെ തന്നിരിക്കുന്നവയുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഓരോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി തന്നിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. നമ്മൾ ഇതിൽ പലതും പല ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പൊ മെയിനായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ പഠിച്ചത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ 2 വിഭാഗവും നമ്മൾ കഴിഞ്ഞു കേട്ടോ. മെഡിക്കലും കഴിഞ്ഞു, നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലും കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3ാമത്തെ വിഭാഗമാണ്. ഏതാണത്? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയും. ഓക്കെ, അപ്പൊ അതിലോട്ട് പോവാൻ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാം. അപ്പോ 3ാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റൽ അല്ലെ. ഈ അഡ്മിനിസ്ട്രേറ്റീവിനെ തന്നെ നമ്മൾ 3ആയിട്ട് എന്ത് ചെയ്തിരുന്നു? സബ് ഡിവൈഡ് ചെയ്തിരുന്നു. ഇതൊക്കെയാണ് 3 സബ് ഡിവിഷൻസ്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ്, രണ്ടാമത്തത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, 3ാമത്തെ എന്താണ്? HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. അഡ്മിനിസ്ട്രേറ്റീവിനെ നമ്മൾ 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ്, അതുപോലെ തന്നെ HR അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ 3ആയിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഓരോന്ന് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, HR ഡിപ്പാർട്ട്മെന്റ്. അതിപ്പോ ഹോസ്പിറ്റലിന് മാത്രമല്ല കേട്ടോ, ഏതൊരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് എന്താണ് അവരുടെ ഫംഗ്ഷൻ? ഹ്യൂമൻ റിസോഴ്സ് ആണ് അല്ലെ. എന്തായിരിക്കും അവരുടെ ഫംഗ്ഷൻ? എന്താണ്? ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുക അല്ലെ. അവിടുത്തെ ആവശ്യമായിട്ടുള്ള ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെ, അപ്പൊ ഏറ്റവും അനുയോജ്യരായിട്ടുള്ള സ്റ്റാഫുകളെ, എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? അത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ ആണല്ലോ. അതെ, കറക്റ്റ് ആണ് കേട്ടോ ബേബി. റിക്രൂട്ട്മെന്റ് ആണ് അവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് കേട്ടോ. നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ഏതായിരിക്കും? HR ഡിപ്പാർട്ട്മെന്റ് ഒക്കെ. അവിടേക്ക് ആയിരിക്കും നമ്മൾ പോവുക അല്ലെ. അവരാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടാവുക അല്ലെ. റിക്രൂട്ട്മെന്റ് ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഗിവൺ the aim of recruiting efficient human resources for the hospital അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും അനുയോജ്യരായിട്ടുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുക, തെരഞ്ഞെടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് HR ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഓക്കെ, പിന്നെ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് തെരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുക, ആളുകൾ തെരഞ്ഞെടുത്തു. പിന്നെന്താ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇറ്റ് ആൾസോ ക്രിയേറ്റ്സ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് that the staffs have to follow in the hospital. പിന്നെ മാത്രമല്ല, സ്റ്റാഫുകളെ നമ്മൾ തെരഞ്ഞെടുത്തു അല്ലെ. അവർ തെരഞ്ഞെടുത്ത് റിക്രൂട്ട് ചെയ്തു അടുത്ത സ്റ്റാഫുകളായി മാറിയവര്. പിന്നെ എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള, അവര് പാലിക്കേണ്ടതായിട്ടുള്ള ഈ പറയുന്ന പോളിസികളും പ്രൊസീജിയറുകളും ക്രിയേറ്റ് ചെയ്യുന്നതും ഏത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അവര് വെറുതെ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ മാത്രമല്ല അവരുടെ ഫംഗ്ഷൻ. പിന്നെ എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും അല്ലെ, നയങ്ങളും നടപടിക്രമങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെന്താണ് പറയുന്നത്? ഇറ്റ് എയിംസ് അറ്റ് എൻഷൂറിംഗ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ഈ പറയുന്ന ജീവനക്കാരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ സംതൃപ്തി അല്ലെ, അവരുടെ സംതൃപ്തി ഉറപ്പാക്കുക എന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അല്ലെ. HR ഡിപ്പാർട്ട്മെന്റ് കാര്യം എംപ്ലോയീസിനെ തെരഞ്ഞെടുത്താൽ മാത്രം പോരാ അല്ലെ. അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവർ ഇത്രയും സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ആണ് അവര് അല്ലെ. ഒരു ഹോസ്പിറ്റല് അതിന്റെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് അവര്. അപ്പൊ അവര് ഏറ്റവും നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് നല്ലൊരു ഔട്ട്കം നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കിട്ടുള്ളൂ അല്ലെ. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകള് വളരെ മോശം സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വർക്കിൽ അത് ബാധിക്കും. അവരെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ആ ഒരു എന്താ പറയുക സ്ഥാപനത്തിന് ഏറ്റവും നല്ല അസറ്റ് ഉണ്ടാവുള്ളൂ അല്ലെ. നല്ല ഔട്ട്കംസ് ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ ആളുകൾ ഏറ്റവും സംതൃപ്തരായിരിക്കണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഔട്ട്കംസ് വളരെ മോശമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ സംതൃപ്തിയാണ്. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ജീവനക്കാരുടെ സംതൃപ്തി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും? അതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് അവിടെ പറയുന്നത്. എന്തൊക്കെയാന്ന് നോക്കിയേ? ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ്
ജീവനക്കാർക്ക് അവർക്ക് ഏറ്റവും നല്ല തൊഴിൽ സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ് പ്രൊവിഷൻ ഓഫ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഫോർ ദ എംപ്ലോയീസ്. അതുപോലെ എംപ്ലോയീസിന് പണമോ പണമല്ലാത്തതോ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം അല്ലെ. അങ്ങനെയല്ലേ നമുക്കൊരു പേഷ്യന്റിന്റെ പേഷ്യന്റ് അല്ലാട്ടോ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അവർക്ക് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ കൊടുക്കുക, അതുപോലെ അവർക്ക് മോണിറ്ററി എന്ന് വെച്ചാൽ പണമായിട്ടുള്ളത്, അതുപോലെ പണമല്ലാത്ത ആനുകൂല്യങ്ങൾ. ഇപ്പൊ പണമായിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സാലറി കൊടുക്കുന്നുണ്ട്, അതിന് പുറമെ എന്തെങ്കിലും ബോണസോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് കൊടുക്കും. അതുകൂടാണ്ട് നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റുകൾ കൊടുക്കുക അല്ലെ, പണമല്ലാത്ത ആനുകൂല്യങ്ങൾ. അവർക്ക് വേണമെങ്കിൽ സിക്ക് ലീവ് കൊടുക്കാം അല്ലെ, പെയ്ഡ് ലീവ് കൊടുക്കാം, അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേസ് വരുമ്പോൾ അതും അവർക്ക് വേണമെങ്കിൽ അവധി കൊടുക്കാം. എല്ലാ സാഹചര്യം അല്ല, ചില സാഹചര്യം. അതുപോലെ അവർക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് കവറേജ് കൊടുക്കാം, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇൻഷുറൻസ് കവറേജ് കൊടുക്കാം, നല്ല വർക്കിംഗ് അവേഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലെ. അവർക്ക് അത്രയും അധികം എന്താ പറയാ, കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അവർക്ക് അധികം ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള വർക്കിംഗ് അവേഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണമല്ലാതെ കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളാണ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ കൊടുക്കാം. ഓക്കെ, പിന്നെന്താണ് ഇറ്റ് ഈസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ഫോർ ദ സർവീസസ് റെൻഡേർഡ് ബൈ ദ എംപ്ലോയീസ്. അത് മാത്രമല്ല, ഇപ്പൊ എംപ്ലോയീസ് കൊടുക്കുന്ന, അവിടുത്തെ എംപ്ലോയീസ് മൂലം ഉണ്ടാകുന്ന ചില മോശം സേവനങ്ങൾക്ക്, ഇവിടെ സർവീസസ് റെൻഡേർഡ് എന്ന് പറഞ്ഞു, അതായത് മോശമായിട്ടുള്ള എന്തെങ്കിലും സേവനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എന്ത് ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണുള്ളത്? HR ഡിപ്പാർട്ട്മെന്റിനാണ് ഉള്ളത്. മനസ്സിലായോ? ഇറ്റ് ഈസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് കോമ്പൻസേഷൻ അല്ലെ, നഷ്ടപരിഹാരമാണ് ഫോർ ദ സർവീസസ് റെൻഡേർഡ് ബൈ ദ എംപ്ലോയീസ്. ഏതെങ്കിലും എംപ്ലോയീസ് മൂലം എന്തെങ്കിലും മോശം ഒരു സേവനങ്ങൾ, മോശമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങള് ആളുകൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് വരുന്ന നഷ്ടപരിഹാരം കൊടുക്കാനും ഏത് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്വമുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിന്റ് മാത്രം ഓർത്താൽ മതി കേട്ടോ. എന്തൊക്കെ പോയിന്റുകൾ അതിനകത്ത് വരുന്നത്? ഒരു കാര്യം നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുക, തെരഞ്ഞെടുക്കുക. ജസ്റ്റ് പോയിന്റ് ഓർക്കുക, തെരഞ്ഞെടുക്കുക, അങ്ങനെ റിക്രൂട്ട് ചെയ്തു, അവരവിടുത്തെ സ്റ്റാഫുകളായി മാറി. പിന്നെന്താണ്, ആ സ്റ്റാഫുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ക്രിയേറ്റ് ചെയ്യുക അല്ലെ. ക്രിയേറ്റ് ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ദ സ്റ്റാഫ് ഹാവ് ടു ഫോളോ. പിന്നെന്താണ്, അവരുടെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഷുവർ ദ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ അല്ലെ, എൻഷുവർ ദ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ, തൊഴിലാളികളുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പാക്കുക. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാം? അത് അടുത്ത പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം അല്ലെ. പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ, അതുപോലെ പ്രൊവൈഡിങ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്. പിന്നെന്താണ്, പ്രൊവൈഡിങ് കോമ്പൻസേഷൻ ഫോർ ദ എന്താണ് സർവീസസ് റെൻഡേർഡ് ബൈ ദ എംപ്ലോയീസ് അല്ലെ. എംപ്ലോയീസ് മൂലം ഉണ്ടാകുന്ന മോശം സേവനങ്ങളുടെ, സേവനം എന്ന് പറയുന്നത് നല്ല സേവനത്തിന് കുഴപ്പമില്ല, മോശം സേവനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? HR ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് മാത്രമല്ല കേട്ടോ, ഏതൊരു ഓർഗനൈസേഷന്റെ HR ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ ഇത് ഹെൽത്ത് കെയർ വെച്ച് പറയുന്നത് മാത്രം കേട്ടോ. ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? അടുത്തത് ഏതാ? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ആ പേര് സൂചിപ്പിക്കുന്നുണ്ട്, നമുക്ക് തന്നെ അറിയാം അല്ലെ. എന്തായിരിക്കും ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്? ഒരു ഹോസ്പിറ്റൽ, അത് തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. അത്രയേ ഉള്ളൂ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നോക്കാം. This department handles the financial aspects of the hospital. Okay, ഒരു ഹോസ്പിറ്റലിലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഇവരാണ്. ഓക്കെ, അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മൾ പറഞ്ഞു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? They make budgets അല്ലെ, ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നു. ഫിനാൻഷ്യൽ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ അല്ലെ, ഭാവിയിലേക്കുള്ള ഫിനാൻഷ്യൽ പ്ലാനുകൾ അവർ തയ്യാറാക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ബഡ്ജറ്റുകൾ നമ്മൾ അവതരിപ്പിക്കില്ല, കൃത്യമായിട്ടുള്ള ആ ഒരു റവന്യൂ എക്സ്പെൻസ് ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്യുന്ന പോലെ ഒരു ഹോസ്പിറ്റലിന് വരുന്ന റവന്യൂ, അവർക്ക് വരുന്ന വരുമാനങ്ങൾ, എന്തൊക്കെ എക്സ്പെൻസുകൾ അവർക്ക് വരുന്നുണ്ട്, അതിന് പരസ്പരം ടാലി ചെയ്ത് കൊണ്ടുപോകണം അതല്ലേ. അങ്ങനെയാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നതും ഫിനാൻഷ്യൽ പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ, ഭാവിയിലേക്കുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ പ്ലാനുകൾ തയ്യാറാക്കുന്നതും. പിന്നെന്താണ്, ഡിസ്ട്രിബ്യൂട്ട് ദ ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദ വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫോർ ദിയർ അപ്ഗ്രഡേഷൻ. ഇപ്പൊ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ നിരവധി ഡിപ്പാർട്ട്മെന്റുകൾ ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടാവും. ചെറിയ ഹോസ്പിറ്റൽ അല്ല, വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും അപ്ഗ്രഡേഷന് അല്ലെ, അവരുടെ ഇംപ്രൂവ്മെന്റിന് ആവശ്യമായിട്ടുള്ള ലഭ്യമായിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ
റിസോഴ്സുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ആവശ്യമായിരിക്കില്ല ഒരു പൾമനോളജിക്ക് വേണ്ടത്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുടെയും നീഡ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ അപ്ഗ്രഡേഷന് അവരുടെ ഇംപ്രൂവ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഫിനാൻഷ്യൽ റിസോഴ്സുകളും പ്രൊവൈഡ് ചെയ്യാനുള്ളതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ദേ ആൾസോ പ്രൊവൈഡ് വേജ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദ സ്റ്റാഫ്. അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ വേജ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കാര്യം അവർ വർക്ക് ചെയ്യുന്നു, അവരുടെ മറ്റേ വേതന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ആൻഡ് അത് തന്നെ സാലറി കറക്റ്റ് ആണ് കേട്ടോ. ഇനി പറഞ്ഞത് ആൻഡ് ഓവർസീ ദ പർച്ചേസസ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഫോർ ദ ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ സപ്ലൈസിനും ഫാർമസ്യൂട്ടിക്കൽ കാര്യങ്ങൾക്കൊക്കെ എന്ത് വേണം, ഫിനാൻസ് വേണം അല്ലെ, പൈസ വേണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പർച്ചേസിംഗ് മീൻസ് അതിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട് ആണ് കേട്ടോ. അത് വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നതും ഓവർസീ ചെയ്യുന്നതും ഈ പറയുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. They make budgets, they make financial plans for the future. Okay, പിന്നെന്താണ്, they provide the financial resources for the departments for their accreditation. Okay, then എന്താണ്, they also provide the wage statements. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. അടുത്തത് കേട്ടോ, മൂന്നാമത്തത്. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്തെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ പറയുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത് കേട്ടോ. അടുത്തതാണ് അഡ്മിനിസ്ട്രേഷൻ. എന്താണ്, ഭരണവിഭാഗമാണ് അല്ലെ. നമ്മൾ പഠിക്കുന്ന കോഴ്സ് എന്താ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. അപ്പൊ ഭരണവിഭാഗമാണ്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. നോക്കുക, അഡ്മിനിസ്ട്രേഷൻ. This department is having the powers of looking after the day-to-day operations of the hospital. അല്ലെ, day-to-day operations of the hospital. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ മുഴുവൻ എന്താണ് ലുക്ക് ആഫ്റ്റർ, മീൻസ് അവർ പരിപാലിക്കുന്നത്, അല്ലെങ്കിൽ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണിത് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം അല്ലെ. ഭരണവിഭാഗമാണ് അവരെന്തൊക്കെയാ ചെയ്യുന്നത്, they look after all the paperwork of the hospital and ensure that every department follows administrative procedures of the hospital. അല്ലെ, കാര്യം അവരെന്താ ചെയ്യുന്നത്, ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകളും മെയിൻറ്റെയിൻ ചെയ്തതും, അതുപോലെ ആ ഹോസ്പിറ്റലിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയറുകൾ പാലിക്കുന്നുണ്ടോ, അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് അല്ലെ. കാര്യം ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. കൃത്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകൾക്കും അനുസൃതമായിട്ടാണ് അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും ഈ ഒരു വിഭാഗമാണ്, അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ്. പിന്നെ എന്താ പറയുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൾസോ കണ്ടെയ്ൻസ് ഓർഗനൈസിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ദി പേഷ്യൻസ് ടോട്ടൽ മെഡിക്കൽ കെയർ ഡ്യൂറിംഗ് ആൻ എപ്പിസോഡ് ഓഫ് ഇൽനെസ് ഇൻ ദ ഹോസ്പിറ്റൽ. അല്ലെ, ചുരുക്കി പറഞ്ഞാല് ഒരു രോഗി ഒരു ഹോസ്പിറ്റലില് അവരുടെ ട്രീറ്റ്മെന്റിന് എടുക്കുന്ന ആ ഒരു കാലഘട്ടത്തിന് മുഴുവൻ ആ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും അല്ലെ, എല്ലാവിധ പിന്തുണയും, അതുപോലെ അതിന് മെഡിക്കൽ പിന്തുണ മാത്രമല്ല എല്ലാ തരത്തിലുള്ള സപ്പോർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് കേട്ടോ. ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇന്റഗ്രേറ്റിംഗ് വാരിയസ് ഫങ്ഷൻസ് ആൻഡ് സർവീസസ്. അത് മാത്രമല്ല ആ ഒരു ഹോസ്പിറ്റലിന്റെ പല ഫങ്ഷൻസുകളും പല സേവനങ്ങളും അതുപോലെ അവിടുത്തെ സ്റ്റാഫുകളെയും എല്ലാവരെയും ഇന്റഗ്രേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. അവിടുത്തെ സ്റ്റാഫുകളെ എല്ലാവരും ഒത്തൊരുമിച്ച് വളരെ കോർഡിനേറ്റഡ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കോർഡിനേഷനും കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, സിമ്പിൾ അല്ല, വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ എളുപ്പമാണ് ഇത് പഠിക്കാനായിട്ട്. ഇതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചത് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ ആണ്. അപ്പൊ നമ്മൾ അതിന് 3 വിഭാഗമായിട്ടാണ് പഠിച്ചത്. ഒന്ന് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ നമ്മൾ ഈ IPD അല്ലെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനും രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നു, സബ് ഡിവൈഡ് ചെയ്തിരുന്നു. IPDയിൽ വരുന്ന സേവനങ്ങൾ നമ്മൾ കണ്ടു. OPDയിൽ നമ്മൾ 24 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചത് കേട്ടോ.
സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ ഓർമ്മയിട്ടുള്ളത് 12 എണ്ണമാണ് പഠിച്ചത് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് 3. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ ഒരു ചാപ്റ്റർ? ഓക്കെ അല്ലേ? ഇതിന് ക്വസ്റ്റ്യൻസ് വരുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഓരോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരാം. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവിടെ ഏകദേശം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് പ്രവർത്തിക്കുന്നതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടി കാണുമല്ലോ. ആ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കാന്ന് മാത്രമാണ് ഈ ഒരു ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. നമുക്ക് ഒരിക്കലും ഡിസ്ക്രിപ്റ്റീവ് അല്ല, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ആണ്. എസ്സേ ടൈപ്പ് വരില്ല. ഞാൻ പറഞ്ഞല്ലോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും. ആ ഓപ്ഷനിൽ കറക്റ്റ് ഏതാന്ന് വെച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ എക്സാം പാറ്റേൺ കേട്ടോ. എസ്സേയോ അങ്ങനെ ഡിസ്ക്രിപ്റ്റീവോ ഒന്നും അല്ല. ഞാൻ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ടൈം ഇതിപ്പോ സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പൊ നടത്തുന്നത് കേട്ടോ. ഒരു 3/4 മണിക്കൂർ വെച്ചിട്ടാണ് ഉള്ളത്. അതായത് ഓരോ മൊഡ്യൂളും 3/4 മണിക്കൂർ വെച്ച്. ഓക്കെ, അങ്ങനെയാണ്. സിമ്പിൾ ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് നിങ്ങൾ തരുന്നുണ്ട്. അത് കറക്റ്റ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്ക് നമ്മളെപ്പോഴും ഒരു ഓവറോൾ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. എസ്സേ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം പഠിച്ചു വെച്ച് അത് വരെയൊക്കെ എഴുതിയാൽ മതി. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, അത് സിമ്പിൾ ആണ് ഒരു തരത്തില്. പക്ഷെ നമുക്ക് എല്ലാ ഐഡിയയും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നും കാണാപ്പാടം ഒന്നും പഠിച്ചു വെക്കേണ്ട, കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ചില കൺഫ്യൂസിങ് ഫാക്ടേഴ്സ് വരുമ്പോ അതൊന്ന് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിൽ അറിഞ്ഞു വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങിയാലോ? അടുത്ത ചാപ്റ്റർ തുടങ്ങാലോ നമുക്ക്. പുതിയ ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. എനിക്ക് മൊഡ്യൂള് 1-നകത്ത് വരുന്ന ചാപ്റ്ററുകള് ഞാൻ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ പിന്നത്തെ ഹിസ്റ്ററി അല്ലെ, ഹിസ്റ്ററി ക്ലാസിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് കഴിഞ്ഞു. അടുത്തത് ഈ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ. എന്താണ് ബൻഷിറ, എന്താണ് അറിയേണ്ടത്? ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വർദ്ധിപ്പിക്കാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, എക്സാം നടക്കുന്നത് ശരിക്കും 1ഉം 2ഉം മൊഡ്യൂള് കൂടിയിട്ട് 120 മാർക്കാണ്. എന്നുവെച്ചാൽ ഓരോ മൊഡ്യൂളിനും 60 മാർക്ക് വെച്ചിട്ടാണ്. ഓരോ മൊഡ്യൂളിനും 60 മാർക്ക് വെച്ചിട്ടാണ് എക്സാം കേട്ടോ. മൊഡ്യൂൾ 1-ല് 60 മാർക്ക്, 2-ല് 60, അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ. വെന്റിലേറ്റർ അല്ലല്ലോ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ. സ്ക്രീൻ നോക്കിക്കേ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ചാപ്റ്റർ 11 ആയിട്ടാണ് കിടക്കുന്നത് അല്ലെ? നിങ്ങള് ചാപ്റ്ററിന്റെ നമ്പർ നോക്കണ്ട, ചാപ്റ്ററിന്റെ പേര് നോക്കിയാൽ മതി കേട്ടോ. പേര് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്ക് ഈ മൊഡ്യൂൾ വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ചാപ്റ്ററിന്റെ നമ്പറിൽ വ്യത്യാസം വന്നത് കേട്ടോ. പക്ഷെ നിങ്ങളുടെ പേര് നോക്കുക. അങ്ങനെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്പർ അല്ല, നിങ്ങൾ ആ ചാപ്റ്ററിന്റെ പേര് നോക്കുക കേട്ടോ. ഓക്കെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് തുടങ്ങാം നമുക്ക്. ICU അല്ലെ, ICUവിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോൾ അതിൽ പലതും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നു പറയും. അപ്പൊ അതിലൊരെണ്ണമാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ, ICU എന്ന് പറയും. ഇത് നമ്മൾ പഠിച്ചതല്ലേ, ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ ICU. എന്താണ് ICU എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് അല്ലെ. നമ്മൾ അവിടെ എന്താ പഠിച്ചത്?
തീവ്രപരിചരണ വിഭാഗം അല്ലെ. ഏറ്റവും സിവിയർ ആയിട്ടുള്ള അല്ലെ, ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അസുഖങ്ങളുള്ള ആളുകൾക്ക് തീവ്രപരിചരണ, അത് കറക്റ്റ് ആണ് കേട്ടോ, സീരിയസ് പേഷ്യൻസ് ആണ് കേട്ടോ, അത്രയും തീവ്രപരിചരണം കൊടുക്കേണ്ട ഒരു യൂണിറ്റ് ആണ് അല്ലെ ICU. നമ്മൾ അവിടെ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ICUവിന് പറയുന്ന മറ്റു പേരുകൾ പറഞ്ഞു. ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയാം, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. പിന്നെ മാത്രമല്ല ICUവിൽ എങ്ങനെയാണ്, ബെഡുകൾ എങ്ങനെയായിരിക്കും, ഒരുപാട് ഉണ്ടാവുമോ? ICUവിൽ ബെഡുകൾ ഒരുപാട് ഉണ്ടാവുമോ? കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, വെരി ഫ്യൂ ബെഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ ICUവിനകത്ത്. പിന്നെ നമ്മൾ അവിടെ പഠിച്ച കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ICUവിനകത്ത് ഒരു ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും അല്ലെ. അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള, പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ICUവിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, അനസ്തേഷ്യോളജിസ്റ്റ് ഉണ്ടായിരിക്കും, ഡയറ്റീഷ്യന്മാരുണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ടായിരിക്കും, അങ്ങനെ നഴ്സുമാരും രജിസ്റ്റേർഡ് നഴ്സുമാരും ഒക്കെ അടങ്ങുന്ന അങ്ങനെ ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ് ആണ് ഈ പറയുന്ന ICUവിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചതല്ലേ? അതന്നെ. ഓക്കെ, നോക്കാം നമുക്ക് കേട്ടോ. ഇൻട്രൊഡക്ഷൻ, എ യൂണിറ്റ്, ആദ്യത്തെ ഒന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എ യൂണിറ്റ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ്സ് intensive care for critically ill or injured patients, which is operated by specially trained medical staff and has an equipment that allows for continuous monitoring and life support. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് ICU എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്താണ് ICU എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ഗുരുതരമായിട്ടുള്ള, ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള അല്ലെ, അതുപോലെ ഇൻജേർഡ് ആയിട്ടുള്ള പേഷ്യൻസ്, ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരിക്കുകളോ അസുഖബാധിതരോ ആയിട്ടുള്ള ആളുകൾക്ക് ഇന്റൻസീവ് ആയിട്ട് തീവ്രപരിചരണം കൊടുക്കുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലെ. ആ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ ദ സ്പെഷ്യലി ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫ് അല്ലെ. ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള, പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് ഈ പറയുന്ന ഒരു യൂണിറ്റിനെ കൈകാര്യം ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന രോഗിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മോണിറ്ററിംഗ്, തുടർച്ചയായിട്ടുള്ള ഒരു മോണിറ്ററിങ്ങും ലൈഫ് സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്ന ധാരാളം എക്യുപ്മെന്റുകളും ഇതിനകത്തുണ്ട്, ICUവിനകത്തുണ്ട് അല്ലെ. നോക്കൂ, ICUവിന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് താഴെ തന്നിട്ടുണ്ട്. എന്തുമാത്രം എക്യുപ്മെന്റുകളാണ് അവിടെ യൂസ് ചെയ്യുന്നതൊക്കെ. ഒരുപാട് ലൈഫ് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റുകൾ, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽ ഒരു യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ വെന്റിലേറ്റർ, മറ്റുള്ള എല്ലാതും ഉണ്ടായിരിക്കും, ഡയാലിസിസ് മെഷീൻസ്, അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ സജ്ജമാക്കിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്. ഓക്കെ, അറിയാലോ. അടുത്തത് നോക്കുക കേട്ടോ. Patients may be referred either directly from an emergency department or from a ward if their condition rapidly worsen എഴുതി ചേർക്കണം കേട്ടോ. വേഴ്സൺ എഴുതി ചേർക്കണം, അതിന്റെ അർത്ഥം നമുക്ക് കറക്റ്റ് ആവില്ല. റാപ്പിഡ്ലി വേഴ്സ് കേട്ടോ, WORSE. വേഴ്സ് ആവാന്ന് വെച്ചാൽ എന്താ? വേഴ്സ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? മോശമായിട്ടുള്ള അവസ്ഥ അല്ലെ, മോശമാവാന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്താ പറയുന്നത്? പേഷ്യൻസ് മേ ബി റെഫേർഡ് ഐദർ ഡയറക്ട്ലി ഫ്രം എൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഓർ ഫ്രം എ വാർഡ്. ചീപ്പ് എന്നുള്ള അർത്ഥമാണ്. ചീപ്പ് എന്ന് വെച്ചാൽ മോശമായിട്ടുള്ളത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, മോശമായിട്ടുള്ള അവസ്ഥ കേട്ടോ. ഫ്രം എ വാർഡ് ഇഫ് ദർ കണ്ടീഷൻ റാപ്പിഡ്ലി വേഴ്സ് or immediately after the surgery if the surgery is very invasive and the patient is at a high risk of complications. അതായത് എന്താ ഇവിടെ പറയുന്നത്? സാധാരണ നമ്മളൊരു പേഷ്യൻസ് വരുമ്പോ തന്നെ ഉടനടി നമ്മൾ അവരെ ICUവിലോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെ, ഈ പറയുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതായത് നമ്മുടെ കാഷ്വാലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ വാർഡിൽ നിന്നോ ഈ പറയുന്ന രോഗിയുടെ അസുഖത്തിന്റെ ആ തീവ്രതയ്ക്ക് അനുസരിച്ചുകൊണ്ടാണ് അവരെ നമ്മൾ എങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നത്? ICUവിലോട്ട് റെഫർ ചെയ്യുന്നത് അല്ലെ. ചിലപ്പോൾ അവരുടെ കണ്ടീഷൻ വളരെ മോശമാവുകയാണ്. അപ്പൊ മോശമാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ഒരു ഇന്റൻസീവ് കെയർ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവരെ എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ICUവിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി, അത് മിക്കവാറും പ്ലാൻഡ് ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുക? അവരെ ICUവിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക അല്ലെ. പ്രത്യേകിച്ച് മേജർ സർജറി എന്നല്ല, ഒട്ടുവിധ സർജറി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ രോഗികളെ എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക? ICUവിലോട്ടായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. കാര്യം എന്താന്ന് വെച്ചാൽ സർജറി ഇവിടെ പറയുന്നുണ്ട്, സർജറി ഈസ് വെരി ഇൻവെസീവ്. ഇൻവെസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഏറ്റവും എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളാണ് കേട്ടോ. ഇൻവെസീവ്, ലെസ് ഇൻവെസീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ മുറിവൊക്കെ ഉണ്ടാക്കിയിട്ട്, അത്യാവശ്യം വലിയൊരു മുറിവുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന സർജറികൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞ മേജർ സർജറികൾ, ഇപ്പൊ നമ്മുടെ ബൈപ്പാസ് സർജറികളൊക്കെ ചെയ്യില്ലേ, അതുപോലെ സ്പൈനൽ സർജറി, അതൊക്കെ പറഞ്ഞ ഓപ്പൺ സർജറികളാണ്. എന്ന് വെച്ചാൽ കുറെ കൂടി ഇൻവെസീവ് ആയിട്ടുള്ള സർജറികളാണ്.
വെച്ചാൽ അത്യധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സർജറികളാണ്. അപ്പൊ അങ്ങനെയുള്ള സർജറികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ രോഗികളെ പിന്നെ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. അതാണ് അവിടെ പറയുന്നത്, ദ പേഷ്യന്റ് ഈസ് അറ്റ് എ ഹൈ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ്. അപ്പൊ ജസ്റ്റ് ICU എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാം, അത് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇൻട്രൊഡക്ഷൻ ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. A unit in a hospital that provides intensive care for critically ill or injured patients, which is operated by specially trained medical staff and has an equipment that allows for continuous monitoring and life support. Patients may be referred either directly from an emergency department or from a ward if their condition rapidly worsens, or immediately after surgery if the surgery is very invasive and the patient is at a high risk of complications. Okay, ക്ലിയർ ആണല്ലോ? ഇനി നോക്കിയേ, ICUന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത്, who are cared for in the ICU? Who are cared for in the ICU? ഇനി എങ്ങനെയുള്ളവരെയാണ് നമ്മൾ ICUവിനകത്ത് പരിചരിക്കുന്നത്? ഒരു കാര്യം നമുക്കറിയാം, വളരെ സിവിയർ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പരിചരണം കൊടുക്കുന്നതിനുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ചില കേസുകൾ അവർ പ്രത്യേകം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. Who are cared for in the ICU? എങ്ങനെയുള്ളവരെയാണ് നമ്മൾ ICUവില് പരിചരിക്കുന്നത്? നോക്കിക്കേ, patients may have a planned admission after surgery, an unexpected admission after an accident. Invasive എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻവസീവ് ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ മറ്റേ ഇതൊക്കെ പഠിക്കില്ല, ഓപ്പറേഷൻ റേഡിയോളജി ഒക്കെ പറയുമ്പോൾ ഇൻവസീവ് എന്ന് പറയുമ്പോൾ അതിലൊരു മീനിങ് ഉണ്ട്. വേറൊരു മീനിങ് അല്ല, നമ്മളിങ്ങനെ മുറിവുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയറുകൾ അല്ലെ, അതിനെ നമ്മൾ ഇൻവസീവ് എന്നാണ് പറയുക. ഇൻവസീവ് സർജറി എന്നാണ്, ഹൈ ഇൻവസീവ് സർജറി എന്ന് പറഞ്ഞാൽ വെച്ചാൽ അത്യാവശ്യം മുറിവുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സർജറികൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതിന്റെ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്. ഇപ്പൊ ലെസ് ഇൻവസീവ്, ഇപ്പൊ നമ്മള് ബൈപ്പാസ് സർജറി, അതൊക്കെ ഹൈ ഇൻവസീവ് ആയിട്ടുള്ള സർജറികൾ, ബൈപ്പാസ് സർജറി, സ്പൈനൽ സർജറി, കാര്യം ഇതൊക്കെ ഓപ്പൺ സർജറികളാണ്. അതേസമയം നമ്മൾ ചെയ്യുന്ന ചില കീ ഹോൾ സർജറി ഒക്കെ ഇല്ലേ, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ലെസ് ഇൻവസീവ് സർജറിയാണ്. എന്നുവെച്ചാൽ വലിയ മുറിവൊന്നും അവിടെ ഉണ്ടാക്കുന്നില്ല, ചെറിയൊരു അല്ലെ വളരെ മിനിമം ഇൻവസീവ് ആയിട്ടുള്ള സർജറികളാണ് നമ്മുടെ കീ ഹോൾ സർജറി. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് കോംപ്ലിക്കേഷൻസ് വെച്ചിട്ടാണ് ആ വാക്ക് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, ബാക്കിക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിക്കായ മനസ്സിലായില്ലേ? അടുത്തത് കേട്ടോ, patients may have a planned admission after surgery, an unexpected admission after an accident, or be admitted due to a sudden and critical worsening of their health. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഈ ഒരു ICUവിലേക്കുള്ള ആ ഒരു പേഷ്യൻസിന്റെ അഡ്മിഷൻ എന്ന് പറഞ്ഞ് പ്ലാൻഡ് അഡ്മിഷൻസ് ആവാം. പ്ലാൻഡ് അഡ്മിഷൻ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, സർജറി കഴിഞ്ഞാൽ ഉടനെ എന്തായാലും നമ്മൾ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക, അവരെ ICUവിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. അത് പ്ലാൻഡ് ആണ്, നമുക്കറിയാം. കാര്യം സർജറിയുടെ തീവ്രത, അതിന്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച് സർജറി ഒക്കെ കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫെക്ഷൻ വരാതെ നോക്കണം. പിന്നെ മാത്രമല്ല, എന്തെങ്കിലും ഒരു ഡീവിയേഷൻസ് ഒക്കെ പേഷ്യൻസിന് വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർക്ക് എന്ത് കൊടുക്കണം? തീവ്ര പരിചരണം കൊടുക്കണം. അപ്പൊ അവരെ ഉടനടി നമ്മൾ എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക? ICUവിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ്. അതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻ ആവാം ആഫ്റ്റർ ആൻ ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് രോഗിയെ ചിലപ്പോൾ ICUവിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ അഡ്മിറ്റഡ് ഡ്യൂ ടു സഡൻ ആൻഡ് ക്രിട്ടിക്കൽ വേഴ്സണിങ് ഓഫ് ദർ ഹെൽത്ത്, അവരുടെ ഹെൽത്ത് വളരെ മോശമാവുന്ന സിറ്റുവേഷനിലും നമുക്ക് അവരെ ICUവിലോട്ട് മാറ്റേണ്ടതായിട്ട് വരും. ഇനി പറയുന്നത്, some hospital ICU specialize in providing care for the particular health conditions or injuries that include. ഇനി ചില ICU എന്ന് പറയുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് പരിചരണം കൊടുക്കുന്ന, അതായത് സിവിയർ ആയിട്ടുള്ള കേസുകളായിരിക്കുമല്ലോ, അങ്ങനെയുള്ളവയ്ക്കാണ് ICUവിൽ പരിചരണം കൊടുക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെന്ന് കുറച്ചെണ്ണം അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, അതൊക്കെ എളുപ്പമാണ്. ഫസ്റ്റ് വൺ നോക്കി, സിവിയർ ബേൺസ് അല്ലെ, തീവ്രമായിട്ടുള്ള പൊള്ളലുകൾ. അതിന് നമ്മൾ എവിടെ പരിചരണം കൊടുക്കാം? വല്ല വാർഡിലാണോ പരിചരണം കൊടുക്കുക? ഈ റൂമിലാണോ പരിചരണം കൊടുക്കുക? അല്ല, അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുള്ളൂ അല്ലെ. സിവിയർ ബേൺസ് കേട്ടോ, തീവ്രമായിട്ടുള്ള പൊള്ളലുകള്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഫെയിലിയർ കേട്ടോ, റെസ്പിറേറ്ററി ഫെയിലിയർ ദാറ്റ് മീൻസ് നമുക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ റെസ്പിറേറ്ററി അറസ്റ്റ് വരാം,
അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, രോഗിക്ക് ഒരു ICUയിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. റെസ്പിറേറ്ററി ഫെയിലിയർ, റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ മൂന്നാമത്തേത് കാർഡിയോ തൊറാസിക് സർജറി. എന്താണ് കാർഡിയോ തൊറാസിക് സർജറി? പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അല്ലെ, കാർഡിയോ തൊറാസിക് എന്നും പറഞ്ഞ് കണ്ടിട്ടുണ്ട്. കാർഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. തൊറാസിക് എന്ന് പറഞ്ഞാൽ എന്താ, തൊറാസിക് നമ്മുടെ ചെസ്റ്റിന്റെ പോർഷൻ ആണ് കേട്ടോ. ചെസ്റ്റ് ക്യാവിറ്റി ഉണ്ടല്ലോ നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്തുള്ളത്, അതിനെയാണ് നമ്മൾ തൊറാക്സ് എന്നാണ് പറയുന്നത്. തൊറാക്സ് കേട്ടോ. തൊറാക്സ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ചെസ്റ്റ് എന്നാണ്. നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്ത്, അവിടെ ഹാർട്ട് മാത്രമാണ് ഇരിക്കുന്നത് അല്ല, അവിടെ ലങ്സ് ഉണ്ട് അല്ലെ. ലങ്സ് ഉണ്ട്, ഈസോഫാഗസ്, അങ്ങനെ മറ്റു പല ഓർഗൻസുകളൊക്കെ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന ഏത് ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട സർജറികളും അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കാർഡിയോ തൊറാസിക് സർജറി എന്ന് പറയുമ്പോൾ കാർഡിയോ കേൾക്കുമ്പോൾ ഹാർട്ടാണ് നമുക്കറിയാം. തൊറാസിക് സർജറി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തുള്ള ഏത് അവയവങ്ങളിൽ വരുന്ന സർജറികൾ, ലങ്സ് ആവാം, ഈസോഫാഗസ് ആവാം, മറ്റുള്ള എന്തെങ്കിലും ഓർഗൻസുകളൊക്കെ. ഓക്കെ, ചെസ്റ്റിന്റെ ഭാഗത്ത് വരുന്ന ഏതൊരു ഓർഗൻസിന്റെ സർജറി അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അതാണ് അവിടെ പറയുന്നത് കാർഡിയോ തൊറാസിക് സർജറി. മിക്കവാറും അതൊക്കെ എന്തായിരിക്കും, ഓപ്പൺ സർജറികളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ ICUയിലായിരിക്കും ട്രീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നോക്കിയേ കോംപ്ലക്സ് സ്പൈനൽ സർജറി അല്ലെ. സ്പൈനൽ സർജറി നട്ടെല്ലിനൊക്കെ വരുന്ന സർജറി. സ്പൈനൽ എന്ന് വെച്ചാൽ നമ്മുടെ സുഷുമ്നയുടെ ഭാഗമാണ് കേട്ടോ, അറിയാലോ. അപ്പൊ നമ്മുടെ നട്ടെല്ലിനൊക്കെ വരുന്ന സർജറി എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളാണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള കോംപ്ലക്സ് സ്പൈനൽ സർജറികള് ആളുകളൊക്കെ മരത്തിനൊക്കെ വീഴുമ്പോൾ വരുന്ന എന്താണ്, നട്ടെല്ലിന് ഭയങ്കരമായിട്ട് പരിക്ക് പറ്റും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആള് പാരലൈസ് ചെയ്ത് പോകും, തളർന്നു പോകും. അപ്പൊ നട്ടെല്ലിന് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ ICUയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ മേജർ ട്രോമ. ട്രോമ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ പറഞ്ഞല്ലോ, ആഘാതം, പരിക്ക് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ മേജർ ട്രോമ എന്ന് പറയുമ്പോൾ ഗുരുതരമായിട്ടുള്ള പരിക്കുകളാവാം. പ്രത്യേകിച്ച് ഈ പറയുന്ന ആക്സിഡന്റ് ഒക്കെ വരുമ്പോൾ സംഭവിക്കുന്ന ഹെഡ് ഇഞ്ചുറീസ് ഒക്കെ വരില്ലേ, നല്ല സിവിയർ ആയിട്ട് ഒരുപാട് ബ്ലഡ് ഒക്കെ ലോസ് ആവുന്ന തരത്തിലുള്ള ഇഞ്ചുറികളൊക്കെ സംഭവിക്കാം. അതൊക്കെ മേജർ ട്രോമയാണ് കേട്ടോ, മേജർ ട്രോമയാണ്. അതുപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് അല്ലെ. നമ്മളിപ്പോ ഈ ഓർഗന്റെ ട്രാൻസ്പ്ലാന്റേഷൻസ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനോ ഹാർട്ടിന്റെ ട്രാൻസ്പ്ലാന്റേഷനോ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുള്ള രോഗികളെ നമ്മൾ എവിടെയാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക, ICUയിലായിരിക്കും കൊടുക്കുക. കാരണം അവർക്കൊക്കെ ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് സെപ്സിസ്. എന്താണ് സെപ്സിസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? സെപ്സിസ് എന്താണ്? അത് തന്നെ അണുബാധ മൂലം അവയവങ്ങൾക്കുണ്ടാവുന്ന വീക്കം. കറക്റ്റ് ആണ് കേട്ടോ ധൻസിയ. സെപ്സിസ് എന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ തന്നെയാണ്. പക്ഷെ ആ ഒരു ഇൻഫെക്ഷൻ വളരെയധികം സ്പ്രെഡ് ആയിട്ട് നമ്മുടെ രക്തത്തിൽ കലർന്ന് നമ്മുടെ ശരീരത്തിലെ മറ്റുള്ള അവയവങ്ങൾക്ക് കൂടെ അണുബാധ ഉണ്ടായി നമ്മുടെ ബോഡി സിസ്റ്റംസ് ഫുൾ ഫെയിലിയർ ആവുന്ന ഒരു അവസ്ഥ. അതാണ് സെപ്സിസ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷൻ തന്നെയാണ്, പക്ഷെ ഇൻഫെക്ഷൻ എന്താണ്, ഇത് ശരിയായിട്ടുള്ള രീതിയിൽ ശരിയായ സമയത്ത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രക്തത്തിൽ കലരും, നമ്മുടെ ബ്ലഡിൽ കലർന്ന് അത് മറ്റുള്ള ഓർഗൻസുകളെ വരെ ബാധിച്ച് മൊത്തത്തിൽ ശരീരത്തിൽ അണുബാധ ഉണ്ടാകും. അതൊരു പക്ഷെ മരണത്തിന് വരെ കാരണമായേക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസുകളാണ് സെപ്സിസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അറിയാലോ കാർഡിയാക് അറസ്റ്റ് അല്ലെ, ഹൃദയാഘാതങ്ങൾ, അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ എവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ICUയിലാണ്. എളുപ്പമല്ലേ ഇതൊക്കെ? അപ്പൊ ഇതൊക്കെയാണ് സിവിയർ ബേൺസ്, റെസ്പിറേറ്ററി ഫെയിലിയർ, കാർഡിയോ തൊറാസിക് സർജറി, കോംപ്ലക്സ് സ്പൈനൽ സർജറി, മേജർ ട്രോമ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ്, സെപ്സിസ്, കാർഡിയാക് അറസ്റ്റ് എക്സെട്ര. ഇങ്ങനെയുള്ള നമ്മൾ പറഞ്ഞത് ഇതാണ് ഹു ആർ കെയർഡ് ഫോർ ദ ICU അല്ലെ. ICUയിൽ എങ്ങനെയുള്ളവർക്കൊക്കെയാണ് പരിചരണങ്ങൾ കൊടുക്കുന്നത്, അതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് കേട്ടോ, കോമൺ ടൈപ്സ് ഓഫ് ICU. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. കോമൺ ടൈപ്സ് ഓഫ് ICU, ഏതൊക്കെ ടൈപ്പ് ICUകളുണ്ട്, അത് ഏത് തരത്തിലുള്ള ഇന്റൻസീവ് കെയർ ആണോ അവിടെ കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ പേര് പറയുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ. എങ്ങനെ ഏതിനാണോ ഇന്റൻസീവ് കെയർ കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ പേര് പറയുന്നത് മാത്രം കേട്ടോ. ഇതിന്റെ ഇപ്പൊ ഫുൾ ഫോം ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, വേറെ ഒന്നും അതിനകത്ത് നിന്ന് ചോദിക്കാനില്ല കേട്ടോ. കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, CICU, കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ എന്താണ്, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അപ്പൊ ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എടുത്ത് അവിടെ കാർഡിയാക് ICU ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോന്നിനും ഉണ്ടാവും കേട്ടോ. കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അടുത്തത് നോക്കിയേ, CVTS ICU. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കും, അത് മുൻവർഷ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഫുൾ ഫോം എന്താണ്? കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ളത് മാത്രമല്ല, തൊറാസിക് ക്യാവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഓക്കെ, അങ്ങനെയുള്ള അവയവങ്ങൾക്കൊക്കെ
ആ ഒരു ഇന്റൻസീവ് കെയർ കൊടുക്കുക കേട്ടോ. അതായത് ഇങ്ങനെ വർഷ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ യൂണിറ്റ് വിച്ച് ഈസ് പെർഫോമിംഗ് ബോത്ത് ഓപ്പൺ ഹാർട്ട് ആൻഡ് അതർ തൊറാസിക് സർജിക്കൽ പ്രൊസീജിയർ ഈസ് കോൾഡ് എന്ന് പറഞ്ഞ് മുൻവർഷം വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാണ് ഉത്തരം? കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. ഒന്നുകൂടെ വായിക്കാം. ദ യൂണിറ്റ് വിച്ച് ഈസ് പെർഫോമിംഗ് ബോത്ത് ഓപ്പൺ ഹാർട്ട് ആൻഡ് അതർ തൊറാസിക് സർജിക്കൽ പ്രൊസീജിയർ, അതായത് ഹാർട്ടിന്റെ ഓപ്പറേഷൻസ് മാത്രമല്ല തൊറാസിക് കാവിറ്റിക്കകത്ത് ഒരു മറ്റുള്ള പല ഓർഗൻസ് ഉണ്ട് അല്ലെ, അതിന്റെയൊക്കെ സർജറിയും കൂടെ കണ്ടക്ട് ചെയ്യുന്ന, അതിന് തീവ്ര പരിചരണം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് CVTS-ICU അഥവാ കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, പിന്നെ അടുത്തത് നോക്കിയേ, GICU. GICU എന്താണ്? ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ ഏതിനായിരിക്കും കൂടുതൽ അവിടെ ഫോക്കസ് ചെയ്യുന്നത്? ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഇഷ്യൂസിനൊക്കെ ആയിരിക്കും അല്ലെ, ആമാശയ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഇന്റൻസീവ് കെയർ കൊടുക്കുന്ന യൂണിറ്റ് അല്ലെ, ഗ്യാസ്ട്രോ ഇന്റൻസീവ്. ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. MICU. MICU എന്താണ്? മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇതാണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അടുത്തത് ഇത് പഠിക്കണം കേട്ടോ. NICU. NICUന്റെ ഫുൾ ഫോം പലപ്പോഴും ചോദിക്കാറുണ്ട്. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞിരുന്നു കേട്ടോ, പീഡിയാട്രിക്കിന്റെ സബ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് NICU പഠിച്ചില്ലേ നമ്മള്? അത് തന്നെ. NICU എന്താണ്? നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവരെന്താണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരെ NICUലോട്ടാണ് അവരെ എന്താണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, ന്യൂ ബോൺ ബേബീസ് കേട്ടോ. അടുത്തത് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അത് അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് സംശയം തോന്നാം, അതും NICU തന്നെ അല്ലെന്ന് തോന്നാം. അങ്ങനെ നോക്കണ്ട. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. NICU ചോദിച്ചു കഴിഞ്ഞാൽ നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അടുത്തത് PICU എന്താ? പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, SICU സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ദെൻ PICU ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ ഇതിന്റെ ഒന്ന് ഫുൾ ഫോം ഒക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. CVTS-ICU കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. അതായത് ദ യൂണിറ്റ് വിച്ച് ഈസ് പെർഫോമിംഗ് ബോത്ത് ഓപ്പൺ ഹാർട്ട് ആൻഡ് ഈ പറയുന്ന തൊറാസിക് സർജറീസ് കേട്ടോ. ഹാർട്ടിന്റെ മാത്രമല്ല തൊറാസിക് കാവിറ്റിക്കകത്തുള്ള ഓർഗൻസിന്റെ സർജറികളൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് കാർഡിയോ വാസ്കുലർ CVTS-ICU കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്താണ് സിസ്റ്റർ? ഞാൻ ചോദിക്കുന്നത് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഇല്ലേ, അത് അധികമായിട്ട് സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റിലാണോ? അത് ട്രോമ എന്ന് പറയുമ്പോൾ മെന്റൽ ട്രോമയാണ് ഉദ്ദേശിച്ചത്. മെന്റൽ ട്രോമ ഉണ്ടാവും. അതല്ലാണ്ട് നമുക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് നമ്മുടെ ഹെഡ് ഇഞ്ചുറി ഒക്കെ വരുന്നതും ട്രോമയാണ്. ഞാനത് നോക്കിയിട്ട് പറയാം. ട്രോമ എന്ന് പറഞ്ഞ സൈക്യാട്രിക് മാത്രമാണോ മറ്റുള്ള വിഭാഗത്തിലും ഉണ്ടാവണം കേട്ടോ. മെന്റൽ ട്രോമയ്ക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാവാം സൈക്യാട്രിക്. നോക്കിയിട്ട് പറയാം കേട്ടോ. മാം, എന്റെ സംശയം, മൊഡ്യൂൾ 1, 2 എക്സാം എന്ന് പറയില്ലേ, 1, 2 കഴിയുമ്പോ എക്സാം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ എക്സാം പിന്നെ ഇനിയും ഞങ്ങൾ റിപ്പീറ്റ് വീണ്ടും എഴുതേണ്ട വരുമോ? അത് കഴിഞ്ഞില്ലേ? ഇല്ല കഴിഞ്ഞില്ല. അത് മൊഡ്യൂൾ എക്സാം ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ എക്സാം വരും. മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണ് മെയിൻ എക്സാം വരുന്നത്. ഓക്കെ. അപ്പൊ വീണ്ടും ഈ മൊഡ്യൂൾ എക്സാം ഉണ്ടാവും അല്ലേ? മൊഡ്യൂൾ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ അത് മൊഡ്യൂൾ എക്സാം ഒരു പ്രാവശ്യം, അത് കഴിഞ്ഞാൽ പിന്നെ മോഡൽ എക്സാം വരുമല്ലോ. ഇതേപോലെ തന്നെ 1, 2 ഒക്കെ സെപ്പറേറ്റ് മോഡൽ എക്സാം. ഓക്കെ, താങ്ക് യു.